ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ദീനിന്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കുവാൻ ശ്രദ്ധിക്കണം. തഖ്വ കൈവിടാതെ ജീവിക്കുവാൻ ശ്രദ്ധിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം മനസ്സിലാക്കിയത്, പഠിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ വളരെ ഗൗരവത്തോടുകൂടി നാം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനാദരവ് വരുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടുള്ളതല്ല എന്നുള്ളത്. കാരണം സൃഷ്ടി കൊണ്ടും അതുപോലെ തന്നെ സ്വഭാവം കൊണ്ടും ഏറ്റവും മികച്ചവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രത്യേകതകൾ നൽകി, മറ്റു പ്രവാചകന്മാർക്കില്ലാത്ത ഒരുപാട് സവിശേഷതകളെ കൊണ്ട് അനുഗ്രഹിച്ചിട്ടുള്ള ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ചെറുതായ രീതിയിൽ പോലും ഒരു അനാദരവ് ഉണ്ടാകാൻ പാടില്ല. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്തിലെ ആദ്യ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം പറയുന്നത് കാണാം: യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടുള്ളതല്ല. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ കജഹരി ബഅദികും ലിബഅദിൻ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ശബ്ദമുയർത്തി സംസാരിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങൾ സംസാരിക്കരുത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സംസാരത്തിലും പ്രവാചകൻ ഉള്ള സദസ്സിലെ സംസാരത്തിലും അദബുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നൊരു സദസ്സിൽ സംസാരിക്കുമ്പോഴുള്ള അദബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുമ്പോൾ അദബുമാണ് അല്ലാഹുവിടെ പഠിപ്പിക്കുന്നത്. ഇത് ലംഘിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അൻതഹബത അമാലുക്കും വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ അമലുകളെല്ലാം പൊളിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനാദരവ് അത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിലും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷമാണെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ചെറുതായ രീതിയിലുള്ള അനാദരവ് നമ്മുടെ അമലുകൾ നിഷ്ഫലമായി പോകാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാരണമാണ്. ശിർക്കും കുഫറും ചെയ്താൽ അമലുകൾ പൊളിഞ്ഞു പോകും. അതുപോലെ ചെറുതായ രീതിയിലാണെങ്കിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനാദരവ് നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകാൻ, ബാത്തിലായി പോകാൻ കാരണമായി തീരുമെന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു കുറച്ച് ശബ്ദം പൊന്തിയ സഹാബിയായിരുന്നു, പറഞ്ഞ വലിയ ശബ്ദത്തിൽ സംസാരിക്കുന്ന സഹാബിയാണ്. ഈ ആയത്ത് ഇറങ്ങിയ സന്ദർഭത്തിൽ അദ്ദേഹം പള്ളിയിലേക്ക് വരാതായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ ഇരിക്കുന്ന സദസ്സുകളിലേക്ക് വരാതെയായി. അപ്പോൾ അദ്ദേഹത്തിന്റെ അയൽവാസികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് സാബിത്തിന് പറ്റിയത്? അപ്പോൾ അദ്ദേഹത്തിന്റെ അയൽവാസി അദ്ദേഹത്തോട് ചെന്ന് ചോദിച്ചു, നിങ്ങൾ പള്ളിയിലേക്ക് വരുന്നില്ലല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് കാണുന്നില്ലല്ലോ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു നരകത്തിന്റെ അവകാശിയാണ്, ഞാൻ ഭയപ്പെടുന്നു.
കാരണം ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ ശബ്ദം ഉയർന്നു പോകാറുണ്ട്, എന്റെ അമലുകൾ മുഴുവനും പൊളിഞ്ഞുപോയി ഞാൻ നരകത്തിലേക്ക് പോകുന്ന ആളാണെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലേക്ക് വരുന്നില്ല, എനിക്ക് അനാദരവുണ്ടാകുമെന്ന് പേടിച്ചുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തോട് വരാൻ പറയൂ, വഇന്നഹു മിൻ അഹ്ലിൽ ജന്ന. സാബിത്ത് ബിൻ ഖൈസ്, അദ്ദേഹം സ്വർഗാവകാശിയാണ്, അദ്ദേഹത്തോട് എന്റെ സദസ്സിലേക്ക് വരാൻ പറയൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സഹോദരന്മാരെ, ഈ ആയത്തിൽ നിന്നും ഈ ഒരു സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ ജീവിതത്തിൽ പ്രവാചകന്റെ മഹത്വം മനസ്സിലാക്കുന്ന ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം ഒരു വാക്കുകൊണ്ടുപോലും ഒരു ശബ്ദം കൊണ്ടുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഒരു അനാദരവ് അവൻ പ്രകടിപ്പിക്കാൻ പാടില്ല. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷമുണ്ട്. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇതിന് തൊട്ടുമുമ്പുള്ള ആയത്ത് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി, അല്ലാഹുവിനെയും പ്രവാചകനെയും നിങ്ങൾ മുൻകടക്കരുതെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഖുർആനിനും പ്രവാചകന്റെ സുന്നത്തിനും എതിരായിക്കൊണ്ട് നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടുള്ളതല്ല എന്നതാണ് അതിന്റെ അർത്ഥം. അപ്പൊ പ്രവാചകന്റെ ഹദീസുകളോടും വിശുദ്ധ ഖുർആനോടും ഒരു അനാദരവ് നമ്മൾ കാണിക്കുമ്പോൾ അതിലൂടെ നമ്മുടെ അമലുകൾ നമ്മളറിയാതെ പൊളിഞ്ഞു പോകുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്നൊരു സദസ്സാണെങ്കിൽ ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ പ്രവാചകനോട് അനുവാദം ചോദിക്കാതെ കടന്നു പോകാൻ പാടില്ല. വൈദാ കാനൂ മഅഹു അലാ അംറിൻ ജാമിഇൻ ലം യദ്ഹബൂ ഹത്താ യസ്തഅ്ദിനൂ. വിശ്വാസികളായ ആളുകൾ ഇരിക്കുന്ന സദസ്സ്, പ്രവാചകനിരിക്കുന്ന സദസ്സാണെങ്കിൽ അവിടെ ആ പ്രവാചകരിരിക്കുന്ന സദസ്സിൽ നിന്ന് ഒരാൾക്ക് എഴുന്നേറ്റു പോകണമെങ്കിൽ അയാൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം ചോദിക്കണം. ഇന്നല്ലദീന യസ്തഅ്ദിനൂനക ഉലൈകല്ലദീന യുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി. നബിയെ, താങ്കളുടെ അനുവാദം ചോദിക്കുന്നവർ അവരാണ് യഥാർത്ഥത്തിൽ മുഅ്മിനുകളായ ആളുകൾ, വിശ്വാസികളായ ആളുകൾ. കാരണം പ്രവാചകന്റെ സദസ്സിൽ കപടവിശ്വാസികൾ വന്നിരിക്കാറുണ്ടായിരുന്നു. ആ കപടവിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദം ചോദിക്കാതെ അവരിങ്ങനെ വല്ല ഊരിച്ചാടി പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനം പോലും എന്തെങ്കിലും അവരറിയാതെയാണെങ്കിൽ പോലും പ്രവാചകന്റെ സഹാബത്തിന്റെ അടുക്കൽ നിന്ന് വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ തിരുത്തി കൊടുക്കാറുണ്ട്. മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ച സന്ദർഭത്തിൽ അന്ന് രാത്രി റസൂലുള്ളാഹി സഹാബത്തിന് വലീമ കൊടുത്തു. അങ്ങനെ വലീമ ഭക്ഷിച്ചതിന് ശേഷം റസൂലുള്ളാഹിന്റെ സഹാബത്ത് കുറച്ച് സമയം പ്രവാചകന്റെ വീട്ടിലിരുന്നു. റസൂലുള്ളാഹിന്റെ വീട്ടിൽ അവിടെ ഇരിക്കാൻ, വീട്ടിലിരുന്ന് കുറച്ചങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കാൻ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പ്രയാസമുണ്ടായി. പക്ഷെ പ്രവാചകൻ ആ പ്രയാസം സഹാബത്തിനോട് പ്രകടിപ്പിച്ചില്ല. ഈ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ നബി. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളതല്ല. ഇല്ല അൻ യുഅ്ദന ലക്കും, നിങ്ങൾക്ക് അനുവാദം കിട്ടിയെങ്കിലല്ലാതെ, ഇലാ തആമിൻ, ഏതെങ്കിലും ഒരു ഭക്ഷണത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ച് നിങ്ങൾക്ക് അനുവാദം കിട്ടിയാൽ അപ്പോൾ നിങ്ങൾക്ക് പ്രവാചകന്റെ വീട്ടിലേക്ക് പ്രവേശിക്കാം. പക്ഷേ ഗൈറ നാദിരീന ഇനാഹു, അത് പാകമാകുന്നതുവരേക്കും നിങ്ങൾ അവിടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. വലാകിൻ ഇദാ ദുഈതും, നിങ്ങളെ ക്ഷണിക്കപ്പെട്ടാൽ ഫദ്ഖുലൂ, നിങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കുക. ഫൈദാ തഅംതും, നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഫന്തശറു, നിങ്ങൾ റസൂലുള്ളാഹിന്റെ വീട്ടിൽ നിന്ന് ഉടനെ പിരിഞ്ഞു പോകണം. വലാ മുസ്തഅനിസീന ലിഹദീസിൻ, അവിടെ സംസാരിച്ചിരിക്കാൻ പാടുള്ളതല്ല. ഇന്ന ദാലികും കാന യുദിൻ നബി, കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഫയസ്തഹി മിൻകും, അത് നിങ്ങളോട് പറയാൻ പ്രവാചകന് മടിയുണ്ട്. എന്നാൽ വല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖ്, ഹഖായൊരു കാര്യം പറയാൻ അല്ലാഹുവിന് യാതൊരു മടിയുമില്ല, അല്ലാഹുവിന് യാതൊരു ലജ്ജയുമില്ല. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ പിരിഞ്ഞു പോകണം. റസൂലുള്ളാഹിക്ക് ഉപദ്രവമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനവും നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല. ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം സൈനബ് റളിയല്ലാഹു അൻഹയുമായി കൊണ്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ പോലും സഹോദരന്മാരെ, ഇന്ന് കാലഘട്ടത്തിൽ നമ്മൾ നടക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഈ ആയത്തുമായി നമ്മൾ ബന്ധപ്പെടുത്തി മനസ്സിലാക്കണം. ഇന്ന് പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തിന്റെ അന്ന് പ്രവാചകൻ എന്ന് പറയുന്ന വരൻ, ആ വരന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യം പ്രവാചകനായതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി. ആ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കൊണ്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ പോലും ഒരു വിശ്വാസിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം അതും ചെയ്യാൻ പാടില്ല എന്നത് ഈ ആയത്തിന്റെ വിശാലമായ അർത്ഥത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കല്യാണങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ആ കല്യാണങ്ങളിൽ ആ കല്യാണത്തിന്റെ വീട്ടുകാർക്കും
ആ കല്യാണം നടത്തുന്ന വരനും അതുപോലെ തന്നെ വധുവിനുമൊക്കെ എത്രമാത്രം വലിയ പ്രയാസങ്ങളാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ വീടുകളിലും അതുപോലെ തന്നെ ഓഡിറ്റോറിയങ്ങളിലും വിവാഹത്തിന്റെ ദിവസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കൂത്താട്ടങ്ങളും എന്തൊക്കെ പേക്കൂത്തുകളുമാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തൊന്നും അവിടെ നടത്തിയിട്ടില്ല. അവർ കുറച്ചു നേരം അവിടെ വെറുതെ സംസാരിച്ചിരുന്നു. അപ്പൊ റസൂലുള്ളാഹിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ ആയത്തിറങ്ങിയാണ്, റസൂലുള്ളാഹി നിങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഇനി ഒരു മുഅ്മിനാണെങ്കിലോ, ആ മുഅ്മിന് പ്രയാസമുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം വിശ്വാസിയിൽ നിന്ന് ഉണ്ടാകാൻ പാടുണ്ടോ? പ്രവാചകൻ പറഞ്ഞു, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ആരാണ് യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റു മുഴുവൻ മുസ്ലിമീങ്ങളും അവന്റെ നാവിൽ നിന്നും അവന്റെ കയ്യിൽ നിന്നും എല്ലാ തരത്തിലുള്ള ഷർറിൽ നിന്നും രക്ഷപ്പെട്ടവനാകണം. ഇന്ന് വിവാഹം കഴിക്കുന്ന അന്ന് രാത്രിയാണെങ്കിൽ അവിടെ മണിയറയിൽ പോയിക്കൊണ്ട് അവിടുത്തെ മണിയറ കേടുവരുത്തുക, അതുപോലെ തന്നെ വരനെ തട്ടിക്കൊണ്ടുപോവുക, ഇങ്ങനെയുള്ള ഒരുപാട് തോന്നിവാസങ്ങളും പേക്കൂത്തുകളും നമ്മുടെ നാടുകളിൽ ഈ ഉമ്മത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പടക്കം പൊട്ടിക്കുക, അതുപോലെ തന്നെ ആ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തൊക്കെ ഉപദ്രവങ്ങളാണ്. ഇതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ദററ വലാ ദിറാർ. ഒരു മുസ്ലിം സ്വയം ഉപദ്രവിക്കാൻ പാടില്ല, മറ്റുള്ളവൻ ഉപദ്രവിക്കാനും പാടുള്ളതല്ല. ഒരു വിശ്വാസിക്ക് തന്നെ കൊണ്ട്, തന്റെ നാവ് കൊണ്ടും തന്റെ പ്രവർത്തനം കൊണ്ടും തന്റെ സംസാരം കൊണ്ടുപോലും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ലെന്നാണ് ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിലൂടെ സഹോദരന്മാരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരാണ്. ആ ഉമ്മമാരോട് കാണിക്കേണ്ട അദബുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. കാരണം ആദ്യം പ്രവാചകന്റെ വീട്ടിലേക്കൊക്കെ സംശയം ചോദിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ വരാറുണ്ട്. ഇത് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബിമാർക്ക് വലിയ പ്രയാസമുണ്ടാക്കി. കാരണം ഈ വരുന്ന ആളുകളിൽ ഈമാനുള്ളവരുണ്ടാവും, ഈമാൻ കുറഞ്ഞ ആൾക്കാരുണ്ടാവും, കപടവിശ്വാസികളുണ്ടാവും, അതുപോലെ തന്നെ പല ടീമിൽപ്പെട്ട ആൾക്കാരുണ്ടാകും. അതുകൊണ്ട് പ്രവാചകന്റെ ഭാര്യമാർ താമസിക്കുന്ന വീടുകളിലേക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ കയറി വരുന്നതിനെ തടയണം എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ ആയത്ത് വരാൻ വരുന്ന കാത്തുനിന്നും. അങ്ങനെ ആയത്തിറങ്ങി, വൈദാ സഅൽതുമുഹുന്ന മതാഅൻ ഫസ്അലുഹുന്ന മിൻ വറഇ ഹിജാബിൻ. റസൂലുള്ളാഹിന്റെ ഭാര്യമാരോട് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഒരു മറക്ക് പിന്നിൽ നിങ്ങൾ ചോദിക്കണം. ഇനി പറയുന്ന ഭാഗം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ആരോടാ ചോദിക്കുന്നത്? മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോടാണ്. എന്തെങ്കിലും ഒരു കാര്യം, ഒരു മതാ നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു ഹിജാബിന്റെ പിറകിൽ നിന്നാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. സഹാബത്ത് ചോദിക്കുകയാണെങ്കിലും ഇനി ആര് ചോദിക്കുകയാണെങ്കിലും ഒരു മറയ്ക്ക് പിന്നിൽ ചോദിക്കണം. എന്തുകൊണ്ടാണത്? ദാലികും അത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിന്ന. നിശ്ചയമായും അതാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ ഹൃദയങ്ങൾക്കും അവരുടെ ഹൃദയങ്ങൾക്കും. എന്ത്? ഈ നിങ്ങളുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വന്ന് ചോദിക്കുന്ന സഹാബിയാണെങ്കിൽ പോലും ആ സഹാബികളുടെ ഹൃദയത്തിനും ചോദിക്കപ്പെടുന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ ഹൃദയത്തിനും അതാകുന്നു ഏറ്റവും നല്ലത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരാണെങ്കിലും അവർ സ്ത്രീകളാണ്. വന്ന് ചോദിക്കുന്ന ഒരു മനുഷ്യന്റെ സംസാരത്തിൽ എന്തെങ്കിലും വശ്യമായ സംസാരമുണ്ടെങ്കിൽ ഒരുപക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഭർത്താവെങ്കിൽ പോലും ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് അല്ലാഹു പറഞ്ഞത്. ദാലികും അത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിന്ന. ചോദിക്കുന്നവന്റെ ഹൃദയത്തിനും ചോദിക്കപ്പെടുന്നവരുടെ ഹൃദയങ്ങൾക്കും ഏറ്റവും ശുദ്ധമായത് അതാകുന്നു. ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ മഹാനായ ഇബ്നു ഉസൈമിൻ റഹ്മത്തുള്ളാഹി അലൈഹിം അതുപോലെ തന്നെ മഹാനായ സിദ്ദീഖ് ഹസൻ ഖാൻ ഖന്നൂജി റഹ്മത്തുള്ളാഹി അലൈഹിം ഒക്കെ അവിടെ തഫ്സീൽ വിശദീകരിച്ച കാര്യമുണ്ട്. വഹും അത്ഹറു ഹാദിഹിൽ ഉമ്മത്തി ഖുലൂബൻ ഫീ ജാനിബി നിസാഇൻ നബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് ഏറ്റവും കൂടുതൽ അദബുള്ള, ഏറ്റവും കൂടുതൽ നല്ല ഹൃദയശുദ്ധിയുള്ള ആളുകളാണ് പ്രവാചകന്റെ വീട്ടിലേക്ക് ചോദിക്കാൻ വരുന്നത്. എന്നിട്ടും വഹുന്ന അഅളമുൻ നിസാഇ ഇഫ്ഫതൻ ബഅദൻ അനിൽ മഖ്ബൂഅദൻ അനിൽ മക്റൂഹി. വേണ്ടാത്ത ചിന്തകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിദൂരതയിൽ നിൽക്കുന്ന ഏറ്റവും പവിത്രകളായ സ്ത്രീകളാണ് റസൂലുള്ളാഹിന്റെ ഭാര്യമാർ. എന്നിട്ട് പോലും ഫൈദാ കാന ഹാദൽ ഖിതാബ് ഫീ മിസ്ലി ഹൗലാഇൽ ഖൗം. എന്നിട്ട് പോലും അല്ലാഹുവിന്റെ നിർദ്ദേശം എന്താണ്? നിങ്ങളൊരു ഹിജാബിന്റെ ഒരു മറയിട്ടുകൊണ്ടാണ് സംസാരിക്കേണ്ടത്. എങ്കിൽ അദ്ദേഹം പറയാൻ
ഇന്നത്തെ സമുദായത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ലിഹാഉലാ ഇന്നിസാ ഫമാ ബാലുക ബിമൻ സിവാഹും. എന്നാൽ ഇന്ന് അവർക്ക് താഴെയുള്ള റസൂലുള്ളാഹിന്റെ സഹാബത്തല്ല ചോദിക്കപ്പെടുന്ന പ്രവാചകന്റെ ഭാര്യമാരല്ല, അവർക്ക് മനസ്സിലൊന്നും തോന്നാൻ സാധ്യതയില്ല. എങ്കിൽ പോലും ഇന്നത്തെ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഈ ആയത്ത് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ പണ്ഡിതന്മാർ പറയാണ്, അതുകൊണ്ട് തന്നെയാണ് അന്യ സ്ത്രീകളുമായി കൊണ്ട് അവർ ആരായിരുന്നാലും, അവർ പ്രവാചകന്റെ ഭാര്യമാരാണെങ്കിൽ പോലും, നമ്മുടെ ഉമ്മയുടെ സ്ഥാനത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവരോട് സംസാരിക്കുമ്പോൾ അതിന്റെ അദബുകൾ പാലിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു സ്ത്രീയുടെ ശരീരത്തിലും സ്പർശിച്ചിട്ടില്ല. പ്രവാചകൻ ആർക്കും ബൈഅത്ത് കൊടുത്തിട്ടില്ല, കൈകൊണ്ട് ബൈഅത്ത് കൊടുത്തിട്ടില്ല, വാക്കുകൊണ്ടാ ബൈഅത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഇന്ന് സമുദായത്തിൽ ഇന്നൊരു പ്രശ്നമില്ലാതെയായി മാറിയിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു, റസൂലുള്ളാഹിന്റെ സഹാബത്തിന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യമാരോട് കാണിക്കുന്ന അദബിന്റെ കൂട്ടത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ഹിജാബ് സ്വീകരിക്കണം. കാരണം പ്രവാചകന്റെ ഭാര്യമാർക്കും നല്ലതാണ്, നിങ്ങൾക്കും നല്ലതാകുന്നു. ഇന്ന് അതിനേക്കാളൊക്കെ ഈമാൻ എത്രയോ താഴെയുള്ള, ഇൽമും അതുപോലെ തന്നെ അതവുമൊക്കെ താഴെയുള്ള ആളുകൾ ഇതൊന്നും പ്രശ്നമില്ലാതെയായി മാറിയിരിക്കുന്നു എന്നുള്ള സാന്ദർഭികം സൂചിപ്പിക്കുക. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ വലിയ ഉപദ്രവവും വലിയ ഷർറും അതുകൊണ്ടൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കുടുംബത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ആണും പെണ്ണും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊടുക്കുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും അതിൽ നിന്നൊരു പ്രശ്നമില്ലാതെയായിരിക്കുന്നൊരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങളുണ്ട്. സമൂഹത്തിന് തെറ്റായ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുകൂടി സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ, പ്രവാചകൻ ഞാൻ സൂചിപ്പിച്ചു, വലിയ ശാരീരികമായ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവാചകന്റെ ശരീരത്തിലുണ്ട്. അത് ചില കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലോകത്തിന്റെ പല അത്ഭുതങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ചില പ്രവാചകന്മാർക്കൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പറഞ്ഞു, വകദാലിക നുരി ഇബ്രാഹിമ മലകൂത സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും എല്ലാം മലക്കൂത്തുകൾ, അതിന്റെ ആധിപത്യത്തിന്റെ കേന്ദ്രങ്ങൾ അല്ലാഹു കാണിച്ചു കൊടുത്തു. വലിയകൂന മിനൽ മൂഖിനീൻ, അദ്ദേഹം ദൃഢജ്ഞാനമുള്ളവരാകാൻ വേണ്ടി എത്രയത്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഇന്നി അറാ മാ ലാ തറൂൻ, നിങ്ങൾ കാണാത്ത പലതും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വഅസ്മഉ മാ ലാ തസ്മഊൻ, നിങ്ങൾ കേൾക്കാത്ത പലതും ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകൻ എന്നുള്ള നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ കാണുകയും കേൾപ്പിക്കുകയും ചെയ്യുക, പിന്നെ കാണിക്കുകയും കേൾപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് പ്രവാചകൻ പറയാൻ, ഇന്നസ് സമാഅ അതത്, ഇതാ ഈ ആകാശത്തെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, പക്ഷെ ഒരു ശബ്ദം നിങ്ങൾ കേൾക്കണില്ല, പക്ഷെ ആ ആകാശം ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാ ഫീഹാ മൗദിഉ അർബഇ അസാബിഅ ഇല്ലാ വമലകും വാദിഉൻ ജബഹതു സാജിദൻ ലില്ലാഹ്, ആ ആകാശത്തിൽ ഒരു 4 വിരൽ വെക്കാനുള്ള സ്ഥലമില്ല, ഒരു 4 വിരൽ വെക്കാനുള്ള സ്ഥലമില്ല. ഇല്ലാ വമലകുൻ വാദിഉൻ ജബഹതുഹു സാജിദൻ ലില്ലാഹ്, ആ സ്ഥലത്ത് അല്ലാഹുവിന്റെ ഒരു മലക്ക് തന്റെ നെറ്റി വെച്ച് സുജൂദ് ചെയ്തിട്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ ആകാശം മുഴുക്കയും മലക്കുകളുടെ സുജൂദുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. വല്ലാഹി ലൗ തഅലമൂന മാ അലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തനം തന്നെയാണ് സത്യം. ഞാൻ അറിയുന്ന പല കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലളഹിഖ്തും ഖലീലൻ വലബകൈതും കസീറ, നിങ്ങൾ കുറച്ചു മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ, നിങ്ങൾ കുറച്ചു മാത്രമേ ആസ്വാദനങ്ങളിലേക്ക് പോകുമായിരുന്നുള്ളൂ. അതുപോലെ തന്നെ വലബകൈതും കസീറൻ, നിങ്ങളുടെ തെറ്റുകളെ ഓർത്ത്, പരലോകത്തെ ഓർത്ത്, അള്ളാഹുവിന്റെ ഹിസാബും കാര്യങ്ങളൊക്കെ ഓർത്ത് നിങ്ങൾ ധാരാളമായി കൊണ്ട് കരയുമായിരുന്നു. ഒമാ തലദ്ദത്തും ബിന്നിസാഇ അൽ ഫുർഷി, നിങ്ങളുടെ കുടുംബവുമായിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിരിപ്പുകൾ കിടക്കാൻ സാധിക്കുമായിരുന്നില്ല. വല ഖറജ്തും സുഅദാത്, ആ സന്ദർഭത്തിൽ പോലും നിങ്ങൾ നിങ്ങളുടെ വീട് വിട്ട് പുറത്തിറങ്ങി. വതജ്അറൂന ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി തൗബ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകുക. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് റസൂലുള്ളാഹിക്ക് പ്രത്യേകമായി കാഴ്ചയാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകന്റെ നമസ്കാരത്തിന്റെ വേളയിൽ സഹാബത്തിന്റെ നമസ്കാരം ശരിയാണെന്ന് പരിശോധിക്കാനും, അതുപോലെ തന്നെ പ്രവാചകന്റെ ശത്രുക്കളെ തിരിച്ചറിയാനും വേണ്ടി, പ്രവാചകനെ അപായപ്പെടുത്തുന്നവരെ തിരിച്ചറിയാൻ വേണ്ടി പ്രവാചകന് ബേക്കിലേക്ക് കാഴ്ചയുണ്ട്. വല്ലാഹി ഇന്നി ലഉബ്സിറു മിൻ വറാഇ, ഞാൻ എന്റെ ബേക്കിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നു. കമാ ഉബ്സിറു മിൻ ബൈനി യദയ്യ, എന്റെ മുന്നിലുള്ള ഒരു കാര്യം ഞാൻ എപ്രകാരമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, അപ്രകാരം നിസ്കരിക്കുമ്പോൾ എന്റെ ബേക്കിലുള്ള ചില കാര്യങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അതും റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ നമസ്കാരത്തിൽ അബദ്ധം പറ്റിയാൽ പ്രവാചകൻ തിരുത്തി കൊടുക്കും. എന്തെങ്കിലും
പ്രവാചകൻ അപായപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രവാചകന് കാണാനും മനസ്സിലാക്കാനും വേണ്ടി കൂടിയാണ് ഇങ്ങനൊരു കാഴ്ച അള്ളാഹുവിന്റെ പ്രവാചകങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു പ്രത്യേകതയാണ്, പ്രവാചകൻ എന്താണോ ഭൂമിയിൽ ഇട്ടേച്ചു പോയത് അതൊരിക്കലും അനന്തരാവകാശികൾക്ക് ലഭിക്കുകയില്ല. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ പ്രവാചകന്റെ ഒരു മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ജീവിച്ചിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ 9 ഭാര്യമാർ ജീവിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും മരിച്ചാൽ മക്കൾക്കും അതുപോലെ തന്നെ ഭാര്യമാർക്കൊക്കെ സ്വത്തുണ്ടാകും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വത്തുക്കൾ അല്ലെങ്കിൽ അമ്പിയാക്കന്മാരുടെ സ്വത്ത് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അനന്തരം ആയിക്കൊണ്ട് ലഭിക്കുന്നതല്ല. അത് പൊതു സ്വത്തായി മുസ്ലിമീങ്ങളായ ആളുകൾക്ക് സ്വതക്കയായിക്കൊണ്ട് കൊടുക്കേണ്ടതാണ്. ലാ നൂറസു മാ തറക്കന സ്വതക്ക, നമ്മളൊരിക്കലും അനന്തരമെടുക്കുകയില്ല. അത് പ്രവാചകന്മാർ ആരെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം സ്വതക്കയാകുന്നു എന്നതാണ്. അതുകൊണ്ടാണ് ഇതറിയാതെയാണ് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചു, റസൂലുള്ളാഹിന്റെ സ്വത്ത് ഓരി വെച്ചിട്ട് അത് ഞങ്ങൾക്ക് ഭാഗിച്ചു തരണം. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പ്രവാചകന്റെ ഭാര്യമാർ പ്രവാചകന്റെ സ്വത്ത് എന്ന് പറഞ്ഞാൽ അത് പൊതു സ്വത്താണ്. ഇത് വെച്ചിട്ട് ഷിയാക്കൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധിക്ഷേപിക്കാറുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സ്വത്ത് തടഞ്ഞു വെച്ചു എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ആ സ്വത്ത് ഓരി വെച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളായ ആയിഷ ബീവിക്കും കിട്ടുമല്ലോ. ഫാത്തിമ റളിയല്ലാഹു അൻഹു മാത്രമല്ല, ആ സ്വത്തിൽ ഓഹരി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹു ഉണ്ടാകും ഓരി വെക്കുകയാണെങ്കിൽ. പക്ഷെ അത് പൊതു സ്വത്തായിട്ട് ആണ് പരിഗണിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? പണ്ഡിതൻ പറഞ്ഞു, അൽ അംബിയാഉ ഫി ഹുക്മിൽ ആബാഇ ലി ഉമമിഹിം, അമ്പിയാക്കന്മാരെന്ന് പറഞ്ഞാൽ അവർ സ്വന്തം പിതാവിന്റെ സ്ഥാനത്താകുന്നു ആ ഉമ്മത്തിന് മൊത്തത്തിൽ. ഒരു ഉമ്മത്തിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ ആ പ്രവാചകൻ ആ ഉമ്മത്തിന്റെ മൊത്തം ഒരു പിതാവിന്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫയകൂനു മീറാസുഹും ജമീഇ, അതുകൊണ്ടാണ് അവർ അനന്തരാവകാശം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അത് പൊതു സ്വത്തായി പരിഗണിക്കപ്പെടും. അതുകൊണ്ടാണ് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ അടുക്കൽ മലക്കുകൾ വന്നപ്പോൾ ഈ വേണ്ടാത്തരത്തിന് വേണ്ടി അവിടുത്തെ ആളുകൾ അതിന് പ്രേരിപ്പിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഖാല യാ ഖൗമി ഹൗലായി ബനാതി ഹുന്ന അത്ഹറു ലക്കും, ഇതൊക്കെ എന്റെ പെൺകുട്ടികളാണ്, ഈ പെൺകുട്ടികളെ നിങ്ങൾക്ക് ഞാൻ കല്യാണം കഴിച്ചു തരാം. പിന്നെ അദ്ദേഹത്തിന് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ അവിടെ അദ്ദേഹത്തിന് ഈ നാട്ടുകാർക്ക് മുഴുവൻ കെട്ടിച്ചു കൊടുക്കാനുള്ള പെൺകുട്ടികളുണ്ടോ? നേരെ മറിച്ച് ആ നാട്ടിലുള്ള ഏത് പെൺകുട്ടിയാണെങ്കിലും അത് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പിതാവിന്റെ സ്ഥാനത്താണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മമാരാണ്. പ്രവാചകന്റെ ഭരണശേഷം കല്യാണം കഴിക്കൽ സഹാബത്തിന് ഹറാമായിരുന്നു എന്നുകൂടി മനസ്സിലാക്കണം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അദബുകൾ മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കുക നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനും അല്ലാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ നാട് വളരെ മോശമായ അവസ്ഥയിലേക്കാണ് മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ്. നമ്മുടെ കുടുംബ ബന്ധങ്ങളെയും അതുപോലെ തന്നെ വൈവാഹിക ജീവിതങ്ങളെയുമെല്ലാം തകർക്കുന്ന രീതിയിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ നിന്ന് പോലും വിവാഹം വേണ്ട എന്ന് പറയുന്ന അവസ്ഥ, അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ മുറിക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നമല്ലാതിരിക്കുന്ന അവസ്ഥ, അതേപോലെ തന്നെ ആണും പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കുന്നതിനൊക്കെ ന്യായീകരിക്കുന്ന അവസ്ഥ, അതിന് വലിയ വലിയ താരങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുമൊക്കെ അതിന് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ. പൊതുവെ ഇന്നത്തെ യുവതലമുറ എന്ന് പറയുന്നത് ഭൂമിയിൽ അവർക്ക് സോഷ്യൽ മീഡിയയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവർ മത അധ്യാപനങ്ങൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതലായി ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതലായി ഇത്തരത്തിലുള്ള ആളുകളുടെ ഇൻഫ്ലുവൻസും അതുപോലെ തന്നെ കാര്യങ്ങളുമാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ പരിക്കാണ് മുസ്ലിം സമുദായത്തിന് എന്ന് മാത്രമേ നമ്മുടെ നാട് തന്നെ ഉണ്ടാകുക. ഇതൊരു മുസ്ലിം ഇഷ്യൂ മാത്രമല്ല, ഇവിടുത്തെ
LGBTQ ആക്ടിവിറ്റിസം ആണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള സംഗതികളാണെങ്കിലൊക്കെ ഈ നാടിന്റെ പൈതൃകത്തെയും കുടുംബ വ്യവസ്ഥതയുമാണ് അതിനെ തകർക്കുക. ഇനി ആണുങ്ങളും കല്യാണം കഴിക്കുക, പെണ്ണുങ്ങളും തമ്മിൽ കല്യാണം കഴിക്കുക, അങ്ങനെ കല്യാണം കഴിച്ചവരെ വലിയ മഹത്വപ്പെടുത്തുകയും മറ്റുള്ളവരൊക്കെ മോശമാകുന്ന അവസ്ഥയും, നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥ. ഇതിന്റെ ഗൗരവം മുസ്ലിമീങ്ങളായ ആളുകൾ, പ്രത്യേകിച്ചും ചെറുപ്പക്കാർ തിരിച്ചറിയണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പൈതൃകമുണ്ട്, നമുക്കൊരു സംസ്കാരമുണ്ട്, നമുക്കൊരു ചരിത്രമുണ്ട്. ഈ സംസ്കാരത്തെയും പൈതൃകത്തെയും ചരിത്രത്തെയും മറന്നുകൊണ്ട് നമ്മുടെ കുട്ടികളാണെങ്കിലും യുവാക്കളാണെങ്കിലും ആരും തന്നെ അതിനപ്പുറത്തേക്ക് വേലി ചാടിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടുള്ളതല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വേലി ചാടിപ്പോയാൽ ഈ ദുനിയാവെന്ന് പറയുന്ന നൈമിഷികമായ ഈ ലോകത്ത് ചില ആസ്വാദനങ്ങളും ചില കയ്യടികളും ചില പ്രോത്സാഹനങ്ങളൊക്കെ നമുക്ക് ലഭിച്ചേക്കാം. പക്ഷേ ആത്യന്തികമായി നമുക്കത് നഷ്ടമായിരിക്കും. നമ്മുടെ കുടുംബമുണ്ടാവില്ല, നമ്മുടെ നാട്ടുകാരുണ്ടാവില്ല, നമ്മുടെ സമുദായം കൈയൊഴിയുന്ന അവസ്ഥയുണ്ടാകും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ സഹോദരന്മാരെ, നമുക്കറിയാം നമ്മുടെ ആഗോളതലത്തിൽ തന്നെ ഏകദേശം 2 വർഷത്തോളമായി നമ്മുടെ സഹോദരന്മാർ ഗസയിൽ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഭക്ഷണത്തിന് പകരം ബോംബുകളും അതുപോലെ തന്നെ വെടിയുണ്ടകളും നെഞ്ചിലേക്കും വയറ്റിലേക്കും അവർ ആവാഹിച്ചുകൊണ്ട് അവിടെ ഒരു മനുഷ്യജീവന് പോലും ഒരു വിലയുമില്ലാത്ത അവസ്ഥയാണ് പലപ്പോഴും നമ്മുടെ കൺമുന്നിലൂടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ വാർത്ത വായിച്ച് ഒരു മനുഷ്യന്റെ ഒരു ഫിത്രത്തെന്ന് പറഞ്ഞാൽ ഒരു സംഗതി കുറേ കേട്ട പിന്നെ അതിനൊരു മഹത്വം തോന്നൂല. ഏകദേശം 2 വർഷത്തോളമായി നമ്മൾ ആ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ആ യുദ്ധം നിർത്തിക്കിട്ടാൻ വേണ്ടി പലതരത്തിലുമുള്ള ശ്രമങ്ങൾ പലരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ നിഷ്ഫലമാക്കുന്ന പല രീതികളും പല പ്രവർത്തനങ്ങളും പല ആളുകളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മൾ കാണുന്നു. 10 രാജ്യങ്ങൾ ഒപ്പുവെക്കാൻ വേണ്ടി വിസമ്മതിച്ച വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടതായിരിക്കും. ആ രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇതിനൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ നമുക്കതിന് പരിഹാരമുള്ളൂ. കാരണം മുസ്ലിം രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങളുടെ അത്ര സാമ്പത്തികമായോ അല്ലെങ്കിൽ ആയുധമായോ കായികമായി കൊണ്ടോ ശക്തിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു ശത്രുവിന്റെ ശക്തിക്കനുസരിച്ചുകൊണ്ടാണ് മുസ്ലിമിനോട് പോരാടാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വരുമ്പോൾ യജൂജ് മഅജൂജിന്റെ ഫിത്ന ഇവിടെ ഉണ്ടാകും. ദജ്ജാലിനെ കൊന്നതിന് ശേഷം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം താമസിക്കുമ്പോഴാണ് യജൂജ് മഅജൂജിന്റെ ഫിത്ന ഉണ്ടാകുക. ഭൂമിയിൽ വലിയ ഫിത്നയും ഫസാദുകളും ഉണ്ടാക്കും. ആ സന്ദർഭത്തിൽ ഈസാ നബിയോടും മുഅ്മിനീങ്ങളോടും അല്ലാഹ് പറയുന്നൊരു നിർദ്ദേശമുണ്ട്, നിങ്ങൾ തൂരി സീനാ പർവ്വതത്തിന് മുകളിലേക്ക് പോകണം. ഈ ദജ്ജാലിനെ കൊന്ന ഈസാ നബിയാണ്. യജൂജ് മഅജൂജിനെ നേരിടാൻ ഈസാ നബിക്ക് ശക്തിയില്ല. കാരണം അത്രയും ശക്തരാണ് തന്റെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന എതിരാളികൾ. അതുകൊണ്ട് അവരോട് യുദ്ധം ചെയ്യൽ ആത്മഹത്യപരമാണ്. അതുകൊണ്ട് നിങ്ങളുടെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് പോകണം. അങ്ങനെ ലോകത്തുള്ള മുഴുവൻ ആളുകളോട് യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തി അവരെ കൊന്നൊടുക്കിയതിനു ശേഷം ഈസാ നബിയെ അവർ ദിവസങ്ങളോളം ആ മലക്ക് ചുറ്റും നിന്ന് അവർ ഉപരോധിക്കുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പട്ടിണിയിലാകുമ്പോഴാണ് അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശത്രു നമ്മുടെ നാനാഭാഗത്തു നിന്നും വലയം ചെയ്യുമ്പോൾ ചില ആളുകൾ പരിഹസിക്കാറ്, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കുത്തിരുന്നോളി. പ്രാർത്ഥന സഹോദരന്മാരെ, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ ആയുധമെന്ന് പറയുന്നത് അത് പ്രധാനമായും പ്രാർത്ഥന തന്നെയാണ്. അതുകൊണ്ട് ഗസയുടെ വിഷയത്തിലും അതുപോലെ തന്നെ ഫലസ്തീന്റെ വിഷയത്തിലും നമ്മുടെ പ്രാർത്ഥനകൾക്ക് വലിയ സ്വാധീനമുണ്ട്, വലിയ പ്രാധാന്യമുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ നമസ്കാരങ്ങളിലും അതുപോലെ തന്നെ തഹജ്ജുദ് നമസ്കാരങ്ങളിലുമൊക്കെ ആ സഹോദരന്മാർക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ സമൂഹത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന രീതി എന്ന് വെച്ചാൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് ശത്രുക്കളെ ഉണ്ടാക്കിയെടുക്കുന്ന മുസ്ലിം സമുദായത്തിൽ തന്നെ ഉള്ള ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി വിറക് വെട്ടുന്ന ആളുകൾ ഉണ്ടാക്കിയെടുക്കുക. പ്രത്യേകിച്ചും ഈ സൂഫി ലൈനിലുള്ള ആളുകളൊക്കെ, ചില ആളുകളൊക്കെ സന്ദർശിച്ച് കുപ്പായൊക്കെ അണിയിച്ചൊരു ഫോട്ടോകൾ കണ്ടിട്ടുണ്ടാവും. എനിക്കത് കണ്ടപ്പോൾ ഒരു വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാനിലെ 118 ആയത്താണ് ഓർമ്മ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ കൂടെ നിൽക്കും, എന്നാൽ ശത്രുവിന്റെ കൂടെയും നിൽക്കുന്ന ചില ആളുകളുണ്ട്. മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ നിൽക്കുകയും എന്നിട്ട് ശത്രുവിനെ ഇസ്ലാമിന്റെ എല്ലാ തരക്കുമുള്ള ഇസ്ലാമിന്റെ ഇസ്സത്തിനെയും ഇസ്ലാമിന്റെ ഇവിടുന്ന് മുസ്ലിമീങ്ങളെ പായിപ്പിക്കണം, പുറത്താക്കണം
എന്ന് പരസ്യമായിക്കൊണ്ട് പ്രസംഗിക്കുന്ന ആളുകളൊക്കെ താലോലിച്ച് അവർക്ക് കോശാനി പാടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. വിശുദ്ധ ഖുർആൻ പറയാ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ ബിതാനതം മിൻ ദൂനിക്കും, നിങ്ങളിൽ നിന്നല്ലാതെ, വിശ്വാസികളിൽ നിന്നല്ലാതെ നിങ്ങൾക്ക് ആത്മമിത്രങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന, നിങ്ങളെല്ലാ കാര്യങ്ങളും പറയുന്ന ആളുകൾ അവർ നിങ്ങൾപ്പെട്ടവരായിരിക്കണം. ലാ യലൂനക്കും ഖബാല, നിങ്ങൾക്ക് ഒരു ഉപദ്രവം വരുത്തുന്നതിൽ അവർ യാതൊരു കുറവും വരുത്തുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ NRC വിഷയം വന്നു, അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളും വന്നു, പൗരത്വ വിഷയം വന്നു. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ മുസ്ലിമുകൾക്കെതിരെ നിരന്തരമായി കൊണ്ട് പ്രചരിപ്പിക്കുന്ന ആളുകളെ തന്നെ പൂമാലയിട്ടും അതുപോലെ തന്നെ മറ്റൊക്കെ ആനയിച്ച് അവർ മഹാന്മാരാണ്, അവർ ഈ രാജ്യത്തിന്റെ പുരോഗതിയുടെ ആളുകളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. അല്ലാഹ് പറയാണ്, വദ്ദുമഅനിത്തും ഖദ് ബദത്തിൽ ബഗ്ളാഉ മിൻ അഫ്വാഹിം, അവിടെ ശത്രുത അവിടെ വായ കൊണ്ട്, അവിടെ വായുടെ പുറത്തു വന്നിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടവർ കേട്ടു. ഖദ് ബദത്തിൽ ബഗ്ളാഉ മിൻ അഫ്വാഹിം വമാ സുഖ്ഫി സുദൂറുഹും അക്ബറു. ഇപ്പൊ വായിൽ പഞ്ചാരവാക്കൊക്കെ പറയും, പക്ഷെ അവിടെ ഹൃദയങ്ങളിൽ അവർ മറച്ചു വച്ചിട്ടുള്ളത് വലിയ വിഷമാണ്. നിങ്ങൾക്കെതിരുള്ള ശത്രുതയുടെ വലിയ കനപ്പെട്ട ബോംബുകൾ. വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ. ഇതൊന്നും കണ്ട് നിങ്ങളാരും വഞ്ചിതനാകണ്ട. അതുകൊണ്ട് ശത്രുവിനെ ശത്രുവായി മനസ്സിലാക്കണം. ഖദ് ബയ്യന്നാ ലക്കുമുൽ ആയാതി ഇൻ കുൻതും തഅഖിലൂൻ. നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ, ചിന്തിക്കുന്നവരാണെങ്കിൽ ഇതാ നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ചു തരണം. സൂറത്ത് ആൽ ഇംറാനിലെ 118-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയും, ഇതൊക്കെ ചില ഗുണപാഠങ്ങളാണ്. സമൂഹത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ശത്രുവിന്റെ കൂടെ നിന്ന്, അതുപോലെ തന്നെ വേട്ടക്കാരന്റെ കൂടെ നിന്ന് എരകളെ പിടിയുന്ന ഈ ആളുകളെ നമ്മൾ തിരിച്ചറിയണം. ഇത് സമുദായം മൊത്തത്തിൽ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ സമുദായം മൊത്തത്തിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടാകും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഈ സമുദായത്തെ രക്ഷിക്കുമാറാവട്ടെ.